GGMന്റെ വിശേഷങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. 60ഓളം സ്റ്റാളുകളിലായി ഇനി ഒരുപാട് കാര്യങ്ങൾ നമുക്കറിയാനുണ്ട്. എല്ലാവർക്കും GGMന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അബോർഷന് വേണ്ടി പോകുന്ന അമ്മമാർ അബോർഷൻ ചെയ്യാതിരിക്കാനും അബോർട്ട് ചെയ്യാൻ സാധ്യതയുള്ള കുഞ്ഞുങ്ങൾ അബോർട്ട് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു നന്മ നിറഞ്ഞ മറിയം എല്ലാ ദിവസവും പ്രാർത്ഥിക്കാൻ പറ്റുമോ? വേറെ സ്ഥലത്ത് അച്ഛന്മാരിടുന്ന ഡ്രസ്സുകളുടെ ഒരു ഇതുണ്ട്, അതാണെങ്കിൽ ചിലപ്പോൾ നമുക്കൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചോളാം എന്നൊരു കുഞ്ഞു വാക്ക് മതി നമുക്ക് ഒരു ഇൻസ്പിറേഷനും മോട്ടിവേഷനും ഒക്കെ കിട്ടാനായിട്ട്. ക്രിസ്തുവിന് വേണ്ടി സാക്ഷ്യം വഹിക്കുന്ന ധീരരായിട്ടുള്ള വൈദികരെയും സന്യസ്തരെയും അൽമാരെയൊക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റി. അവരുടെ തീക്ഷ്ണത ഞങ്ങളുടെ ഉള്ളിലേക്കും പകർന്നിട്ടുണ്ട്. I love Jesus. I love Jesus. കേരള സഭയുടെ ഒരു നല്ല മിഷൻ ഇനിഷ്യേറ്റീവാണ് ഈ ഒരു മിഷണറി എക്സിബിഷൻ. നമ്മുടെ കേരള സഭ മുഴുവൻ ഇവിടെ വരണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. സഭ ഫലം പുറപ്പെടുവിക്കുന്നത് ഇങ്ങനെയുള്ള എക്സിബിഷനുകളിലൂടെയാണ്, ഇങ്ങനെയുള്ള കോൺഫറൻസുകളിലൂടെയാണ്. ഇന്ന് ആദ്യമായി നമ്മൾ CMC സിസ്റ്റേഴ്സിന്റെ സ്റ്റാളിലേക്കാണ് പോകുന്നത്. നമുക്ക് അവരുടെ വിശേഷങ്ങൾ കാണാം. ഈശോമിശിഹായിരിക്കും സ്തുതിയായിരിക്കട്ടെ. ഞങ്ങൾ CMC സിസ്റ്റേഴ്സ് മിഷനിൽ വർക്ക് ചെയ്യുന്ന സിസ്റ്റേഴ്സാണ്. ഇന്ത്യയിൽ തന്നെ 21 സ്റ്റേറ്റുകളിൽ ഞങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ട്. വിദേശ രാജ്യങ്ങളിലും ഞങ്ങൾ വർക്ക് ചെയ്യുന്നു. 1866 ഫെബ്രുവരി 13 ഞങ്ങളുടെ സഭ സ്ഥാപിച്ചത്. ചാവറപിതാവാണ് ഞങ്ങളുടെ സഭ സ്ഥാപിച്ചത്. മച്ചിയായ കേരളത്തിന് വിശുദ്ധരുണ്ടാകാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളുടെ സഭ സ്ഥാപിച്ചത്. പിതാവിൻ്റെ ഒരു വലിയ വിഷനായിരുന്നു കേരളത്തിൽ നിന്നും ഒത്തിരി വിശുദ്ധരുണ്ടാകണമെന്ന്. ഫോറിൻ കൺട്രീസിൽ ഒത്തിരി വിശുദ്ധരുണ്ടായിരുന്നു. അതുപോലെ നമ്മുടെ കേരളത്തിൽ നിന്നും ഇന്ത്യയിൽ നിന്നും ഒത്തിരി വിശുദ്ധരുണ്ടാകുന്നതിന് വേണ്ടിയിട്ട് സ്ത്രീകളുടെയും കുട്ടികളുടെയും ഉന്നമനത്തിന് വേണ്ടിയിട്ടുമാണ് ഞങ്ങളുടെ സഭ സ്ഥാപിച്ചത്. ഞങ്ങളുടെ സേവനങ്ങൾ പ്രത്യേകമായിട്ട് വിദ്യാഭ്യാസം, വിശ്വാസ രൂപീകരണം, സോഷ്യൽ വർക്ക്, ആതുര ശുശ്രൂഷ എന്നീ മേഖലകളിലാണ്. ഞങ്ങൾ ഈ ഫിയാത്ത് മിഷന്റെ ഗ്രേറ്റ് ഗ്യാതറിംഗ് മിഷന് വന്നിരിക്കുന്നത് തീഷ്ണതയുള്ള നല്ല ദൈവവിളി ലഭിക്കുവാൻ മിഷണറിമാരെ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങൾ മിഷൻ പ്രദേശങ്ങളിൽ സേവനം ചെയ്യുന്ന സിസ്റ്റേഴ്സാണ് എല്ലാവരും തന്നെ. ഞങ്ങൾ എല്ലാ സ്റ്റേറ്റുകളിലും തന്നെ വർക്ക് ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് ഇനിയും ധാരാളം സ്ഥലങ്ങളിലേക്ക് CMC കടന്നു ചെല്ലാനുണ്ട്. ഈശോയെ അറിയാത്ത ഒത്തിരി പേർക്ക് ഈശോയെ പകർന്നു കൊടുക്കാനായിട്ട്. അതിന് ഞങ്ങൾക്ക് ധാരാളം നല്ല ദൈവവേളികൾ, തീഷ്ണതയുള്ള മിഷണറിമാരെ ഈ കേരള സഭയിൽ നിന്ന് ഞങ്ങൾക്ക് ആവശ്യമുണ്ട്. CMCക്ക് ഇന്ന് ആവശ്യമുണ്ട്. അതാണ് ഞങ്ങൾ ഇവിടെ വന്നതിന് ഞങ്ങളുടെ മിഷൻ പ്രവർത്തനം എന്ന് ഇവിടെ വരുന്ന എല്ലാവർക്കും പങ്കുവെച്ച് കൊടുക്കുന്നതിന് ഞങ്ങൾ തയ്യാറായി. ഞങ്ങളുടെ സുപ്പീരിയേഴ്സ് ഞങ്ങളിവിടെ അയച്ചിരിക്കുന്നത്. ഞങ്ങൾ ഫെയ്ത്ത് ഫോർമേഷൻ, വിശ്വാസ രൂപീകരണ രംഗത്തും വിദ്യാഭ്യാസ മേഖലയിലും സാമൂഹ്യ പ്രവർത്തനങ്ങളിലും മറ്റ് ആതുര ശുശ്രൂഷകളിലെല്ലാം ഞങ്ങൾ സേവനം ചെയ്യുന്നുണ്ട്. ഞങ്ങളുടെ ചാവറയച്ചനും ലയോപോൾദ് പിതാവും സഭ സ്ഥാപിച്ചപ്പോൾ കണ്ട സ്വപ്നം സ്ത്രീകളുടെയും കുട്ടികളുടെയും ഉദ്ധാരണമാണ്. അത് മുന്നിൽ കണ്ടുകൊണ്ടാണ് ഞങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളും ഞങ്ങൾ മുൻപോട്ട് കൊണ്ടുപോകുന്നത്. ഈശോയെ അവർക്ക് പറഞ്ഞു കൊടുത്തുകൊണ്ട് അവരിലൂടെ അവരുടെ കുടുംബങ്ങളിലേക്ക് കടന്നു ചെന്ന് ആ കുടുംബങ്ങളെ ഉദ്ധരിക്കുന്നതിന് ഇന്ന് സ്ത്രീകളും കുട്ടികളും എംപവർ ചെയ്യപ്പെടണം എന്നുള്ളത് മനസ്സിലാക്കി അന്ന് ചാവറയച്ചൻ കണ്ട ആ സ്വപ്നം ഇന്ന് CMC സഭയിലൂടെ CMC മക്കളിലൂടെ യാഥാർത്ഥ്യമാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് 5 കോണ്ടിനെൻസിലാണ് CMC വർക്ക് ചെയ്യുന്നത്, CMC മക്കൾ വർക്ക് ചെയ്യുന്നത്. അങ്ങനെ ഈ പ്രവർത്തനങ്ങൾ ഞങ്ങൾ ഞാൻ ഒരു സോഷ്യൽ വർക്കറാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്ന പൂനെയിലെ
ആരുമാരുമില്ലാത്ത തെരുവിൽ എറിയപ്പെട്ട ഡസ്റ്റ് ബിന്നിൽ നിന്നും റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ബസ് സ്റ്റാൻഡിൽ നിന്നും കണ്ടുകിട്ടുന്ന ബുദ്ധിമാന്ദ്യം ഉള്ള കുട്ടികളെ കൊണ്ടുവന്ന് നമ്മുടെ ഒരു ഗവൺമെൻറ് നടത്തുന്ന ആ സ്ഥാപനത്തിലേക്ക് കൊണ്ടുവന്ന് ജീവിതകാലം മുഴുവൻ അവരെ നോക്കുക എന്നതാണ് ഞാൻ ചെയ്യുന്നത്. അവരെ ശുശ്രൂഷിക്കുക എന്നത് മാത്രമാണ് ഞാൻ ചെയ്യുന്ന ആ പ്രവർത്തനം. ആരുമാരുമില്ലാത്ത ആ കൊച്ചുമക്കൾ ഒരിക്കൽ കടന്നു വന്നാൽ മരണം വരെ അവരെ കാണുവാനോ അവരെ സന്ദർശിക്കുവാനോ അവർക്ക് വേണ്ടി വാദിക്കുവാനോ ആരുമില്ലാത്ത ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ ആ മക്കൾക്ക് വേണ്ടി സേവനം ചെയ്യുവാനായിട്ട് എനിക്ക് ദൈവം തന്ന ഒരു വലിയ വിളിയാണ് ഇതെന്ന് മനസ്സിലാക്കി തമ്പുരാന് ഞാൻ നന്ദി പറയുന്നു. ഈ മക്കൾക്ക് വേണ്ടി ഒരമ്മയാകുവാൻ, ആ മക്കളുടെ എല്ലാം ആകുവാൻ, ഈശോയുടെ മുഖം ആ മക്കളിൽ ദർശിച്ച് അവർക്ക് വേണ്ടി സേവനം ചെയ്യുവാൻ കിട്ടിയ ഏറ്റവും വലിയ ഒരു മഹാഭാഗ്യം അതായിട്ടാണ് ഞാൻ കാണുന്നത്. ഇതാണ് ദൈവവിളിയിൽ എനിക്ക് ഈശോ തന്ന എൻ്റെ കോൾ വിതിൻ ദ കോൾ എന്ന് ഞാൻ മനസ്സിലാക്കി അതിന് തമ്പുരാന് ഞാൻ നന്ദി പറയുന്നു. അതുപോലെ ഒത്തിരിയേറെ ഗ്രൂപ്പുകൾ CMC സോഷ്യൽ വർക്ക് രംഗത്ത് ഞങ്ങൾ പ്രവർത്തിക്കുന്ന സിസ്റ്റേഴ്സ്, സ്ത്രീകളുടെയും കുട്ടികളുടെയും ഗ്രൂപ്പ്, കൈറോസ് ഗ്രൂപ്പ്, പ്രത്യാശ ഗ്രൂപ്പ്, അങ്ങനെ വിവിധങ്ങളായ ഗ്രൂപ്പുകളിലൂടെ CMC മക്കൾ മിഷൻ രംഗങ്ങളിൽ ഈ സ്ത്രീകളെ ഉദ്ധരിക്കുന്നതിന് വേണ്ട രീതിയിലുള്ള ആക്ടിവിറ്റീസും മറ്റു കാര്യങ്ങളും ഞങ്ങൾ ചെയ്തു കൊടുത്തുകൊണ്ട് അവരെ സഹായിക്കുന്നു. അങ്ങനെ എല്ലാ പ്രോവിൻസുകളും അവരായിരിക്കുന്ന ആ സാഹചര്യങ്ങളിൽ പ്രത്യേകിച്ച് ക്രൈസ്തവ കുടുംബങ്ങളെ കൂടുതൽ ഉദ്ധരിക്കുവാനായിട്ട് നമ്മൾ പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്, അവരെ സഹായിച്ചു കൊണ്ടിരിക്കുകയാണ്. 1986 ചാവറയച്ചനും ലയോപോൾഡ് പിതാവും ഒരു പനമ്പു മഠത്തിൽ ആരംഭിച്ച ഈ CMC സന്യാസിനി സമൂഹം, 4 അംഗങ്ങളായി തുടങ്ങിയ ഈ CMC സന്യാസിനി സമൂഹം ഇന്ന് പടർന്ന് പന്തലിച്ച് ഒരു വൻ വൃക്ഷമായി ഇന്ത്യയിലും കേരളത്തിലും ഇന്ത്യക്ക് വെളിയിലും മറ്റും പല ഭാഗങ്ങളിലായി സിസ്റ്റേഴ്സ് സേവനം ചെയ്യുന്നതിനെ പ്രതിനിധീകരിച്ചുകൊണ്ടാണ് ഈ ഒരു മരം ഞങ്ങളിവിടെ വെച്ചിരിക്കുന്നത്. ഇവിടെ കാണുന്ന അത് ഞങ്ങളുടെ ഓരോ പ്രോവിൻസുകളുടെ മിഷൻ പ്രോവിൻസുകളും അതോടൊപ്പം ഞങ്ങൾ ഇന്ത്യക്ക് പുറത്തും പ്രവർത്തിക്കുന്ന ആ സ്ഥലങ്ങളുടെ പേരുകളുമാണ്. ഇത് ഞങ്ങളുടെ കോൺഗ്രിഗേഷൻ്റെ മിഷനെ റെപ്രസെൻ്റ് ചെയ്തുകൊണ്ടാണ് ഈ മരം ഞങ്ങളിവിടെ വെച്ചിരിക്കുന്നത്. ഞങ്ങളുടെ ക്യാരിസം remain united to me in contemplation and consecrated to me in action. Be holy and lead others to holiness. ഗ്രേറ്റ് ഗ്യാതറിംഗ് ഓഫ് മിഷൻ GGMൻ്റെ ഫിയാത്ത് മിഷൻ്റെ ഈ ഒരു പ്രോഗ്രാം പ്രേക്ഷിത ആഭിമുഖ്യം വളർത്തുന്നതിനും ഈശോയുടെ കൽപ്പന ലോകത്തിൻ്റെ അതിരുകളോളം അവിടുത്തെ സ്നേഹ സന്ദേശം എത്തിക്കുക എന്ന വലിയ കൽപ്പന പ്രാവർത്തികമാക്കുന്നതിനുള്ള വലിയ പ്രചോദനം നൽകുന്നതാണ്. ഇതിന് മുൻകൈയെടുക്കുന്ന ഫിയാത്ത് മിഷനെ എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല. കാരണം കേരളക്കരയിൽ ഈ പ്രേക്ഷിത ആഭിമുഖ്യം വളർത്താനും വിശുദ്ധ ഗ്രന്ഥവും അതിൻ്റെ സന്ദേശങ്ങളും പ്രചരിപ്പിക്കുന്നതിനും ഫിയാത്ത് മിഷൻ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ സമാനതകളില്ലാത്ത വിധം മാതൃകാപരമാണ്. അതിന് നേതൃത്വം നൽകുന്ന എല്ലാവരെയും, വിശിഷ്യ ബ്രദർ സ്വീറ്റ്ലിയുടെ നേതൃത്വത്തിലുള്ള ഫിയാത്ത് മിഷൻ്റെ എല്ലാ പ്രവർത്തനങ്ങളെയും സഭ ആദരവോടെ കാണുന്നു. എല്ലാ മംഗളങ്ങളും ഭാവുകങ്ങളും നേരും. നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നത്? ഞങ്ങൾ വന്നത് കൊരട്ടിക്കടുത്തുള്ള കോനൂരിൽ നിന്നാണ്. ഈ GGM കണ്ടിട്ട് എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഞങ്ങളുടെ ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ്. ഞങ്ങൾ ഇതിനു മുമ്പ് ജെറുസലേമിൽ വന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തെ എക്സിബിഷൻ ഒന്നും കണ്ടിട്ടില്ല. കുറേ കോൺഗ്രിഗേഷനുള്ള സിസ്റ്റർമാരെ അച്ഛന്മാരെയൊക്കെ കാണാൻ പറ്റി. പിന്നെ പിള്ളേർക്ക് ഇഷ്ടപ്പെട്ട കുറേ ഗെയിംസ് ഒക്കെ കളിച്ച് വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. താങ്ക് യു. കുട്ടികൾക്ക് ആർക്കെങ്കിലും മിഷണറി ആകാനുള്ള പ്രചോദനം ലഭിക്കുമോ? അങ്ങനെ ആർക്കെങ്കിലും ചെയ്തോ? മോളെ എങ്ങനെയുണ്ടായിരുന്നു? നന്നായിരുന്നു. ഞങ്ങൾ ഇവരൊക്കെ പേര് കൊടുത്തിട്ടുണ്ട്. സിസ്റ്റർമാർ മിഷണറി ആവാനുള്ളത് പേര് കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾ പ്രാർത്ഥിച്ചു. ദൈവവിളി വരാണെങ്കിൽ ഞങ്ങൾ എന്തായാലും സിസ്റ്റേഴ്സ് അച്ഛന്മാരൊക്കെ ആവും. ഞങ്ങളെ പിള്ളേര് ആത്മമാരിയ നനച്ചിടണേ, ആത്മശക്തിയ കരുത്തേകണേ. ഏറ്റുപാടിക്കെല്ലാവരും ആത്മമാരിയ
നനച്ചിടണേ ആത്മശക്തിയാ കരുത്തേകണേ വിളവെടുപ്പിൻ കാലമല്ലേ നൂറുമേനി വിളയാ വളമേകണേ വിളവെടുപ്പിൻ കാലമല്ലേ ഫലം ചൂടി നിൽക്കാ കൃപയേകണേ. ഇത് വിളവെടുപ്പിന്റെ കാലമാണ്. ഫലം ചൂടി നിൽക്കാൻ കൃപയ്ക്ക് വേണ്ടി ആയിരിക്കുന്നിടത്തിരുന്ന് കൈകൾ ശക്തിയായിട്ട് നടിച്ച് ഇതിനൊരു പുത്തൻ അഭിഷേകം തരണേ പരിശുദ്ധാത്മാവേ. ഒന്ന് ചോദിച്ചേ, ഈ വിളവെടുപ്പിന്റെ കാലത്തിൽ ഫലം ചൂടി നിൽക്കാൻ ഒരു പുത്തൻ അഭിഷേകം എനിക്ക് വേണം. ആത്മമാരി നിറയട്ടെ, ആത്മശക്തി പടരട്ടെ. മഴ പൊഴിച്ച് ദാസരെ നനച്ച് വിളവെടുത്തിടണേ ആത്മാവേ. വിളഭൂമിയിൽ നീച്ചാലു തെളിച്ച് ഫലമേകിടണേ ആത്മാവേ. ശക്തിയോടെ കൈകൾ നന്നായിട്ട് തുറന്നടിച്ചു. മഴ പൊഴിച്ച് ദാസരെ നനച്ച് വിളവെടുത്തിടണേ ആത്മാവേ. വിളഭൂമിയിൽ നീച്ചാലു തെളിച്ച് ഫലമേകിടണേ ആത്മാവേ. മഴ പൊഴിച്ച് ദാസരെ നനച്ച് വിളവെടുത്തിടണേ ആത്മാവേ. വിളഭൂമിയിൽ നീച്ചാലു തെളിച്ച് ഫലമേകിടണേ ആത്മാവേ. ആത്മമാരിയാ നനച്ചിടണേ ആത്മശക്തിയാ കരുത്തേകണേ. ആത്മമാരിയാ നനച്ചിടണേ ആത്മശക്തിയാ കരുത്തേകണേ. വിളവെടുപ്പിൻ കാലമല്ലേ നൂറുമേനി വിളയാ വളമേകണേ. വിളവെടുപ്പിൻ കാലമല്ലേ ഫലം ചൂടി നിൽക്കാൻ കൃപയേകണേ. വിളവെടുപ്പിൻ കാലമല്ലേ നൂറുമേനി വിളയാൻ വളമേകണേ. വിളവെടുപ്പിൻ കാലമല്ലേ ഫലം ചൂടി നിൽക്കാൻ കൃപയേകണേ. ആപത്തോ പട്ടിണിയോ നഗ്നത പോലും വന്നാലും പീഡകളോ കുരിശുകളോ ജീവൻ തന്നെ പോയാലും രക്ഷകനാം യേശുവിൻ സാക്ഷിയായി തീർന്നിടാൻ പീഡകളിൽ തകരാത്ത ചങ്കുറപ്പു നേടിടാൻ ആത്മശക്തി പകരണമേ പരിശുദ്ധാത്മാവേ. മഴ പൊഴിച്ച് ദാസരെ നനച്ച് വിളവെടുത്തിടണേ ആത്മാവേ. വിളഭൂമിയിൽ നീച്ചാലു തെളിച്ച് ഫലമേകിടണേ ആത്മാവേ. ശക്തിയോടെ കരപിടിക്കാമോ? ശക്തിയോടെ കരപിടിക്കാമോ? ഇത് വിളവെടുപ്പിന്റെ കാലമാണ്. എഫെസോസാരം 10 ഇങ്ങനെ പറയാ, ആ സത്യം കൊണ്ട് അരമുറുക്കി നീതിയുടെ കവചം ധരിച്ച് വചനത്തിന്റെ വാളെടുത്ത് തിന്മയ്ക്കെതിരെ നിങ്ങൾ ഒരുങ്ങി നിൽക്കണം. നമ്മൾ അന്ത്യകാലത്തിൽ ദൈവ ശുശ്രൂഷകരായിരിക്കുമ്പോ ആത്മാവിന്റെ ആയുധങ്ങൾ എടുക്കാം. അഭിഷേകത്തോടെ കൈകളടിച്ചൊന്ന് പാടാമോ? ധരിച്ചിട സത്യം കൊണ്ട് അരമുറുക്കി മുന്നേറാ. സത്യം കൊണ്ട് അരമുറുക്കി മുന്നേറാ. നീതിതൻ പോർച്ചട്ട ധരിച്ചിട സത്യം കൊണ്ട് അരമുറുക്കി മുന്നേറാ. നീതിതൻ പോർച്ചട്ട ധരിച്ചിട സത്യം കൊണ്ട് അരമുറുക്കി മുന്നേറാ. വചനത്തിൻ വാളെടുത്ത് വീശിട തിന്മകളെ വെട്ടിയരിഞ്ഞിട. വചനത്തിൻ വാളെടുത്ത് വീശിട തിന്മകളെ വെട്ടിയരിഞ്ഞിട. വിളവെടുപ്പിൻ
വന്നാലും പീഡകളോ കുരിശുകളോ ജീവൻ തന്നെ പോയാലും രക്ഷകനാം യേശുവിൻ സാക്ഷിയായി തീർന്നിടാം. പീഡകളിൽ തകരാത്ത ചങ്കുറപ്പു നേടിടാം. ആത്മശക്തി പകരണമേ പരിശുദ്ധാത്മാവേ. വിൺമഴ പൊഴിച്ച് ദാസരെ നനച്ച് വിളവെടുത്തിടണേ ആത്മാവേ. വിളഭൂമിയിൽ നീ തീർച്ചാലു തെളിച്ച് ഫലമേകിടണേ ആത്മാവേ. കൈകളൊന്ന് ഉയർത്തിയടിക്കാമോ? എല്ലാവരും കൈകളൊന്ന് ഉയർത്തിയടിക്കാമോ? സാധിക്കുന്നവർക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കാമോ? ഇത് വിളവെടുപ്പിന്റെ കാലം. പുത്തൻ അഭിഷേകം വേണ്ടവരൊന്ന് എഴുന്നേറ്റ് വന്നേ. പുത്തൻ അഭിഷേകം വേണ്ടവർ പരിശുദ്ധാത്മാവിന്റെ ഒരു ശക്തി ഇപ്പോൾ കൂട്ടായ്മയിൽ പകരപ്പെടാൻ പോവാം. ഇപ്പോൾ യേശുവിന്റെ അഭിഷേകം, ആത്മാവിന്റെ പുത്തനൊഴുക്ക് ഇതാ നമ്മുടെ പേരിൽ ഐക്യപ്പെടുന്നു. പരിശുദ്ധാത്മാവ് ഇപ്പോൾ ശക്തിയായി നമ്മളിൽ പകരപ്പെടാൻ പോകുക. വിശ്വാസത്തിന്റെ പരിചയെടുത്ത് സുവിശേഷത്തിന്റെ പാദരക്ഷ ധരിച്ച് രക്ഷയുടെ പടത്തൊപ്പി അണിഞ്ഞ് കർത്താവിന്റെ പ്രേക്ഷിതരാകാം. അഭിഷേകം സ്വീകരിക്ക്. എഴുന്നേറ്റുന്ന കൈകളടിച്ച് ശക്തിയോ ശക്തിയോ. വിശ്വാസത്തിൽ പരിച എടുത്തിട സുവിശേഷ പാദരക്ഷ ധരിച്ചിട. വിശ്വാസത്തിൽ പരിച എടുത്തിട അതെ സുവിശേഷ പാദരക്ഷ ധരിച്ചിട. വിശ്വാസത്തിൽ പരിച എടുത്തിട സുവിശേഷ പാദരക്ഷ ധരിച്ചിട. വിശ്വാസത്തിൽ പരിച എടുത്തിട സുവിശേഷ പാദരക്ഷ ധരിച്ചിട. രക്ഷയുടെ പടത്തൊപ്പി അണിഞ്ഞിട സാത്താന്റെ കോട്ടകൾ തകർത്തിട. രക്ഷയുടെ പടത്തൊപ്പി അണിഞ്ഞിട സാത്താന്റെ കോട്ടകൾ തകർത്തിട. രക്ഷയുടെ പടത്തൊപ്പി അണിഞ്ഞിട സാത്താന്റെ കോട്ടകൾ തകർത്തിട. രക്ഷയുടെ പടത്തൊപ്പി അണിഞ്ഞിട സാത്താന്റെ കോട്ട തകർക്കാം. കരമുയർത്തിയടിച്ച് വെളുപ്പിൻ കാലമല്ലേ നൂറുമേനി വിളയാൽ വളമേകണേ. വിളവെടുപ്പിൻ കാലമല്ലേ ഫലം ചൂടി നിൽക്കാൻ കൃപയേകണേ. ആപത്തോ പട്ടിണിയോ നഗ്നത പോലും വന്നാലും പീഡകളോ കുരിശുകളോ ജീവൻ തന്നെ പോയാലും രക്ഷകനാം യേശുവിൻ സാക്ഷിയായി തീർന്നിടാം. പീഡകളിൽ തകരാത്ത ചങ്കുറപ്പു നേടിടാം. ആത്മശക്തി പകരണമേ പരിശുദ്ധാത്മാവേ. വിൺമഴ പൊഴിച്ച് ദാസരെ നനച്ച് വിളവെടുത്തിടണേ ആത്മാവേ. വിളഭൂമിയിൽ നീർച്ചാലു തെളിച്ച് ഫലമേകിടണേ ആത്മാവേ. വിൺമഴ പൊഴിച്ച് അഭിഷേകം ശക്തി ശക്തി തീർച്ചാലും തെളിച്ചു ഫലമേകിടണേ ആത്മാവേ. ആത്മമാരിയ നനച്ചിടണേ ആത്മശക്തിയാ കരുത്തേകണേ. വിളവെടുപ്പിൻ കാലമല്ലേ നൂറുമേനി വിളയാ വളമേകണേ. വിളവെടുപ്പിൻ കാലമല്ലേ ഫലം ചൂടി നിൽക്കാം. ആപത്തോ പട്ടിണിയോ നഗ്നത പോലും വന്നാലും പീഡകളോ കുരിശുകളോ ജീവൻ തന്നെ പോയാലും രക്ഷകനാം യേശുവിൻ സാക്ഷിയായി തീർന്നിടാം. പീഡകളിൽ തകരാത്ത ചങ്കുറപ്പു നേടിടാം. ആത്മശക്തി പകരണമേ പരിശുദ്ധാത്മാവേ. ആപത്തോ പട്ടിണിയോ നഗ്നത പോലും വന്നാലും പീഡകളോ കുരിശുകളോ ജീവൻ തന്നെ പോയാലും രക്ഷകനാം യേശുവിൻ സാക്ഷിയായി തീർന്നിടാം. പീഡകളിൽ തകരാത്ത ചങ്കുറപ്പു നേടിടാം. ആത്മശക്തി പകരണമേ പരിശുദ്ധാത്മാവേ. ആപത്തോ പട്ടിണിയോ നഗ്നത പോലും വന്നാലും പീഡകളോ കുരിശുകളോ ജീവൻ തന്നെ പോയാലും രക്ഷകനാം യേശുവിൻ സാക്ഷിയായി തീർന്നിടാം. പീഡകളിൽ തകരാത്ത ചങ്കുറപ്പു നേടിടാം. ആത്മശക്തി
ആത്മമാരി മാറി 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 ഒരു പര പര വീരത്തോറിയ ഒരു വിലന്തോറിയാര പര 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 തോറിയാര പര ശാന്തറിയാര പര തോറി സ്തുതിക്കട്ടെ സ്തുതിക്കട്ടെ കൈകൾ ഉയർത്തി ശക്തിയോടെ ആരാധന Give me anointing, give me anointing, give me anointing, give me anointing. Shiandarabanu John, Yeshua. ഇത് വിളവെടുപ്പിന്റെ കാലം, ഫലം ചൂടി നിൽക്കേണ്ട കാലം, ഇത് വിളവെടുപ്പിന്റെ കാലം. സാധിക്കുന്നവര് ശബ്ദമെടുത്ത് ഒന്ന് സ്തുതിക്കട്ടെ. ആത്മ മാറി 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 ആത്മ മാറി 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 ആത്മ മാറിയ നനച്ചിടണേ ആത്മശക്തിയ കരുത്തേ ആത്മമാരിയ നനച്ചിടണേ ആത്മശക്തിയ കരുത്തേകണേ വിളവെടുപ്പിൻ കാലമല്ലേ നൂറുമേനി വിളയ വളമേകണേ. GGMന്റെ ഇന്നത്തെ വിശേഷങ്ങൾ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അടുത്ത ആഴ്ച കൂടുതൽ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. പരസ്പരം പ്രാർത്ഥനയിലായിരിക്കാം. നന്ദി.